എല്ലാവർക്കും നമസ്കാരം. ഞാൻ മജീദ് ഉസ്താദ് വടകര. എവിടത്തെ ഉസ്താദ് വടകര? ഞാൻ മജീദ് ഉസ്താദ് വടകര. ഓ, മജീദ് ഉസ്താദ് വടകര. കമോൺ ടെൽ മീ മജീദ് ഉസ്താദ് വടകര. മാറാത്തത് മാറും. അങ്ങനെയല്ലല്ലോ പറയേണ്ടത് മജീദ് ഉസ്താദ്. നാറാത്തത് ഇനി നാറും. അങ്ങനെയല്ലേ പറയേണ്ടത് മജീദ് ഉസ്താദ്. T20 സാബു ജേക്കബ് BJP-യിലേക്ക്. ഓ, അതിന് ഞങ്ങൾ എന്ത് വേണം ഉസ്താദ്? കുനിഞ്ഞു നിൽക്കണോ ഉസ്താദ്? ഈ ചാബു ജാച്ചപ്പ് ആരായിട്ട് വരും ഉസ്താദിന്റെ കുഞ്ഞമ്മന്റെ മോന? എല്ലാവർക്കും ഇപ്പൊ ഏകദേശം മനസ്സിലായി, BJP വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ വികസനം ഉണ്ടാവൂ. അതെ, എല്ലാ മുസ്ലിങ്ങൾക്കും മനസ്സിലായി. നിന്നെ പോലുള്ള താടിയും തൊപ്പിയും വെച്ച് മുസ്ലിം പേരിട്ടുകൊണ്ട് നടക്കുന്ന ഉടായ്പകളാണ് ഏറ്റവും വലിയ ഇസ്ലാം മതത്തിന്റെ അകത്തെ ഒറ്റുകാരനും ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് വ്യക്തമായി ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. BJP തന്നെ കേരളത്തിൽ വരണം. അതെ, BJP വരണം. BJP വന്നാലല്ലേ മജീദ് ഉസ്താദ് പോലുള്ള തൊരപ്പന്മാർക്ക് ഈ നാട്ടിൽ ചാണകവും കോമൂത്രവും വയറു നിറ തിന്നുകൊണ്ട് അത് എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയാനാണെങ്കിൽ അവിടെ BJP വരണം. അതേപോലെ തന്നെ ED പേടിച്ചു നടക്കുന്ന കള്ളന്മാർക്ക് ഈ നാട്ടിൽ രക്ഷപ്പെടണമെങ്കിൽ BJP വരണം. സാബു ജേക്കബ് എന്തുകൊണ്ട് BJP-യിൽ വന്നു എന്ന് ലളിതമായ ഭാഷയിൽ ഉസ്താദ് മജീദ് ഉസ്താദ് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നീ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും വാസ്തവം ഇതാണ്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ NDA മുന്നണി പ്രവേശനം ED അന്വേഷണത്തിനിടെ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബുവിനെതിരെ ഫെമ ചട്ടലംഘനത്തിന് ED കേസെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല. മുഴുവൻ രേഖകളും ഹാജരാക്കിയതുമില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് 3 തവണയും സാബുവിനായി ഹാജരായത്. കേസിൽ ED-യുടെ നടപടി കടുപ്പിക്കുന്നതിനിടെയാണ് 2020 NDA പ്രവേശനം.